നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മമ്പാട് പഞ്ചായത്തിലെ CNG റോഡ് പൊങ്ങല്ലൂർ കുളിക്കടവ് ഭാഗത്ത് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളി. മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല, വൈസ് പ്രസിഡന്റ് നിഷാദ് പാലൊടി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. വഴിക്കടവ് പുത്തരിപ്പാടത്ത് കാട്ടാന കൃഷിനാശം വരുത്തി. പുത്തരിപ്പാടത്ത് അറയിൽ സതീദേവിയുടെ കൃഷിയിടത്തിലാണ് ഒറ്റയാൻ നാശം വരുത്തിയത്. രണ്ടു മാസമായി സംസ്ഥാനത്തെ ചുട്ടരിച്ച കടുത്ത വേനൽ ചൂടിന് ശമനമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ വേനൽമഴ ലഭിച്ചത് വ്യാഴാഴ്ച മുതൽ താപനില സാധാരണ നിലയിലേക്ക് എത്താൻ സഹായകരമാകുമെന്ന് കാലാവസ്ഥാ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു. വേനൽമഴ ശക്തി പ്രാപിക്കുന്നു. മുന്നറിയിപ്പുമായി KSEB. മലയോര ഹൈവേയിലെ അരിമണലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിടിച്ച് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. കാളികാവിൽ നിന്നും കരുവാരക്കുണ്ട് വഴി മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന RTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എടവണ്ണയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ കത്തിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. ഒതായി സ്വദേശി പനക്കൽ ഷഫീറിനെയാണ് എടവണ്ണ പോലീസ് പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വാർത്തകൾ വിശദമായി. മമ്പാട് പഞ്ചായത്തിലെ CNG റോഡ് പൊങ്ങല്ലൂർ കുളിക്കടവ് ഭാഗത്ത് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളി. മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല, വൈസ് പ്രസിഡന്റ് നിഷാദ് പാലൊളി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ചാലിയാർ പുഴയിലേക്ക് ഇത്തരത്തിൽ മലിനജലം ഒഴുകിയെത്തുന്നത് ഗുരുതരമായ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകും. സംഭവത്തിന്റെ ഗൗരവം പരിഗണിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും ഔദ്യോഗികമായി പരാതി നൽകി. മാലിന്യം തള്ളിയവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന കുടിവെള്ള പദ്ധതികളായ ചെമ്പങ്കാട് കുടിവെള്ളം, പൊങ്ങല്ലൂർ പുച്ചപ്പാറ കുടിവെള്ള പദ്ധതി, കളംകുന്ന് ചെമ്പങ്കാട് മേപ്പാടം ജനവാസ മേഖലകളിലൂടെ ഒഴുകുന്ന പൊങ്ങല്ലൂർ ഇറിഗേഷൻ കനാലും ഈ പ്രദേശത്താണ്. പ്രധാന ജലസ്രോതസ്സായ ചാലിയാർ പുഴയെ മലിനമാക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുവാനും തീരുമാനമായി. പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. ഇത്തരം പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരെയോ പോലീസിനെയോ വിവരം അറിയിക്കണമെന്ന് പ്രസിഡന്റ് ഷമീന കാഞ്ഞാല പറഞ്ഞു. മമ്പാട് പഞ്ചായത്തിലെ 19-15 വാർഡുകൾ ഉൾപ്പെടുന്ന പൊങ്ങല്ലൂർ പ്രദേശത്ത് ഇന്നലെ രാത്രി സമൂഹ വിരുദ്ധർ ചെയ്തൊരു പണിയുണ്ട്. ഇവിടെ കക്കൂസിൻ്റെ മാലിന്യം തള്ളിയ നിലയിൽ ഇന്ന് രാവിലെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് കാണാനിടയായിട്ടുള്ളത്. ഉടനെ തന്നെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പർമാരടക്കം നാട്ടുകാരടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടികളുമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അസാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഇന്നലെ രാത്രി ചെറിയൊരു മഴ പെയ്യുന്ന സമയത്ത് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് തള്ളിപ്പോയതാണ്. ഇതിന് തൊട്ട് പിറകെ തന്നെ ചാലിയാർ പുഴയുടെ തൊട്ട് അരികിൽ തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇവിടെ ഒരു 3-4 പ്രദേശത്തേക്കുള്ള വാർഡിലേക്കുള്ള കുടിവെള്ള പദ്ധതിൻ്റെ താഴെയാണുള്ളത്. ഈ വിവരം നിലമ്പൂർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ കർശനമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കാനുള്ളത്. പഞ്ചായത്ത് അംഗങ്ങളായ അഷ്റഫ് ടാണ, സൈഫുനീസ CP, സഫീന K, ആശാപ്രവർത്തക സക്കീന, നാട്ടുകാരായ സലീം തൈക്കണ്ടി, മേലേതിൽ അസീസ്, മുണ്ടോടൻ അബ്ദുൾ റഷീദ്, സമീർ PCM, നജീബ് MK, VT നാസർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വഴിക്കടവ് പുത്തരിപ്പാടത്ത് കാട്ടാന കൃഷിനാശം വരുത്തി. പുത്തരിപ്പാടത്തെ അറയിൽ സതീദേവിയുടെ കൃഷിയിടത്തിലാണ് ഒറ്റയാൻ നാശം വരുത്തിയത്. വനം വകുപ്പ് വനാതിർത്തിയിൽ സ്ഥാപിച്ച സോളാർ വേലി തകർത്താണ് ആന കൃഷിയിടത്തിലെത്തിയത്. വീടിന് സമീപത്തെ കമുക്, വാഴ കൃഷികൾ പാടെ നശിപ്പിച്ചു.
കാട്ടാന കുടുംബത്തിന്റെ ജീവനും ഭീഷണിയായിട്ടുണ്ട്. വേലിയിൽ മതിയായ വൈദ്യുതി പ്രസരണ ശേഷിയില്ല. തകർന്ന വേലി കമ്പികൾ നാട്ടുകാർ താൽക്കാലികമായി കെട്ടിവച്ചിരിക്കുകയാണ്. വേലി നന്നാക്കി ഉപകാരപ്രദമാക്കിയില്ലെങ്കിൽ പ്രദേശത്ത് വീണ്ടും കാട്ടാന ഭീഷണി നിലനിൽക്കും. 2 മാസമായി സംസ്ഥാനത്തെ ചുട്ടരിച്ച കടുത്ത വേനൽ ചൂടിന് ശമനമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചത് വ്യാഴാഴ്ച മുതൽ താപനില സാധാരണ നിലയിലേക്ക് എത്താൻ സഹായകമാകുമെന്ന് കാലാവസ്ഥാ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു. വരും ദിവസങ്ങളിലും ഇടവിട്ടുള്ള മഴ തുടരാനാണ് സാധ്യത. ബുധനാഴ്ച ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. കൊല്ലം പുനലൂരിൽ താപനില 37.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നുവെങ്കിലും വൈകിട്ടോടെ പെയ്ത മഴ ആശ്വാസമായി. തിരുവനന്തപുരം നഗരത്തിലും സമാനമായ രീതിയിൽ മഴ ലഭിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ മഴയുടെ അളവിൽ കുറവുണ്ടാകുവാനാണ് സാധ്യതയെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ മഴ സജീവമായിരുന്നുവെങ്കിൽ ഇക്കുറി ഏപ്രിൽ 27ഓടെയാണ് മഴ ലഭിച്ചു തുടങ്ങിയത്. മുൻവർഷം മെയ് 24 തന്നെ കാലവർഷം എത്തിയിരുന്നു. ഇത്തവണ വേനൽ മഴ പ്രതീക്ഷിച്ച അളവിൽ ലഭിച്ചില്ലെങ്കിലും വരും ദിവസങ്ങളിലെ മഴ താപനില കുറയ്ക്കുവാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇടവിട്ട് ലഭിക്കുന്ന ഈ മഴ കാർഷിക മേഖലയ്ക്കും ആശ്വാസമാകും. എന്നാൽ ഉച്ചസമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. മുന്നറിയിപ്പുമായി KSEB. വരുന്ന 5 ദിവസം വേനൽ മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാൽ വൈദ്യുതി അപകടങ്ങളിൽപ്പെടാതിരിക്കാൻ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് KSEB. ശക്തമായ കാറ്റിൽ മരക്കൊമ്പുകൾ വീണും മറ്റും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുവാനോ ചാഞ്ഞു കിടക്കുവാനോ സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിലും പുലർച്ചെയും പുറത്തിറങ്ങുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണം. പൊട്ടിവീണ ലൈനിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വൈദ്യുത പ്രവാഹം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. മറ്റാരെയും സമീപത്ത് പോകുവാൻ അനുവദിക്കുകയും അരുത്. സർവീസ് വയർ, സ്റ്റേ വയർ, വൈദ്യുതി പോസ്റ്റുകൾ എന്നിവയെ സ്പർശിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ലോഹ ഷീറ്റിന് മുകളിൽ സർവീസ് വയർ കിടക്കുക, സർവീസ് വയർ ലോഹത്തൂണിൽ തട്ടിക്കിടക്കുക എന്നീ സാഹചര്യങ്ങളിലും വൈദ്യുതാഘാതം ഏൽക്കുവാൻ സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തരത്തിലുള്ള അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം തൊട്ടടുത്ത KSEB സെക്ഷൻ ഓഫീസിലോ 9496010103 എന്ന എമർജൻസി നമ്പറിലോ വിവരം അറിയിക്കേണ്ടതാണ്. ഈ നമ്പർ അപകടങ്ങൾ അറിയിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. വൈദ്യുതി തകരാർ സംബന്ധമായ പരാതികൾ അറിയിക്കുവാൻ 9496001912 എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചും വാട്സ്ആപ്പ് സന്ദേശമായും പരാതി രേഖപ്പെടുത്തുവാൻ കഴിയും. 1912 എന്ന 24/7 ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറിലും വിളിക്കാവുന്നതാണ്. മലയോര ഹൈവേയിലെ അരിമണലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിടിച്ച് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. കാളികാവിൽ നിന്നും കരുവാരക്കുണ്ട് വഴി മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന RTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അരിമണൽ പാലത്തിന് സമീപം റോഡിലെ വഴുക്കൽ കാരണം നിയന്ത്രണം വിട്ട ബസിന്റെ പിൻഭാഗം സമീപത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ ചോക്കാട് മഞ്ഞപ്പെട്ടി സ്വദേശി എറിയാടൻ അബ്ദുൾ റഹീം, മകൻ മുഹമ്മദ് ഷിബിയാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ അരിമണൽ സ്വദേശി രാത്തപ്പള്ളി ജോയിയുടെ വീടിന്റെ മതിൽ തകർന്നു. എടവണ്ണയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ കത്തിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. ഒതായി സ്വദേശി പനക്കൽ ഷഫീറിനെയാണ് എടവണ്ണ പോലീസ് പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കസ്റ്റഡിയിലെടുത്ത ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. എടവണ്ണ കുന്നുംപുറത്തെ പുതിയത്ത് ബദറുദ്ദീന്റെ സ്കൂട്ടറാണ് അഗ്നിക്കിരയാക്കിയത്. വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ട വാഹനം മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് തള്ളി മാറ്റിയാണ് തീയിട്ടത്. വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. സമീപത്തെ CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. അറസ്റ്റിലായ ഷഫീർ കുറ്റം സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. മുൻ വൈരാഗ്യമാണ് കുറ്റകൃത്യത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വനം വാച്ചർക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റു. നിലമ്പൂർ വനം RRTയിലെ വാച്ചർ MS സന്തോഷിനാണ് കടിയേറ്റത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി ചാക്കിലേക്ക് മാറ്റുന്നതിനിടയിലാണ് വനം വാച്ചറായ സന്തോഷിന്റെ കൈക്ക് മൂർഖൻ കടിച്ചത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്നും മൂർഖനെ പിടികൂടിയ ശേഷം നിലമ്പൂരിലെ വനം RRT ഓഫീസിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ചാക്കിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടയിലാണ് സംഭവം.
നിർത്തിയിട്ട ജീപ്പ് സ്വയം സ്റ്റാർട്ടായി മുന്നോട്ട് നീങ്ങി. നിലമ്പൂർ നല്ലന്തണ്ണി റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പുലിക്കാട്ട് വിജയന്റെ വീട്ടിലെ ജീപ്പാണ് ഇടിമിന്നലേറ്റ് ബാറ്ററിയും വയറിങ്ങും തകരാറിലായി സ്വയം സ്റ്റാർട്ടായി മുന്നോട്ട് നീങ്ങിയത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പുലർച്ചെ 3:15 മഴയും ഇടിമിന്നലുമുള്ള സമയത്താണ് സംഭവം ഉണ്ടായത്. ഇടിമിന്നലിൽ വയറിംഗ് ഷോർട്ടായി സ്വയം സ്റ്റാർട്ടായ ജീപ്പ് മുന്നോട്ട് നീങ്ങി തെങ്ങിലിടിച്ചു നിൽക്കുകയായിരുന്നു. ഈ സമയം വിജയൻ വീട്ടിലുണ്ടായിരുന്നില്ല. ജീപ്പ് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന വിജയന്റെ ഭാര്യ പത്മകുമാരി മുറ്റത്ത് നോക്കിയപ്പോഴാണ് നിർത്തിയിട്ട ജീപ്പ് മുന്നോട്ട് നീങ്ങി തെങ്ങിലിടിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടത്. ബോണറ്റിൽ നിന്നും പുക വരുന്ന നിലയിലായിരുന്നു. യാത്ര കഴിഞ്ഞെത്തിയ വിജയനും സമീപവാസികളും പരിശോധിച്ചപ്പോഴാണ് ബോണറ്റിനുള്ളിൽ ബാറ്ററിയും വയറിങ്ങുകളും കരിഞ്ഞ നിലയിൽ കണ്ടത്. രാത്രി ഇടിയും മഴയൊക്കെ അങ്ങനെ കുറേശ്ശെ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല, ഭാര്യയും മരുമകളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 3 മണിക്ക് ശേഷം പിന്നെ ജീപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമാതിരി ശബ്ദം തോന്നി. അപ്പോൾ ഞാൻ അവിടുന്ന് രാത്രി വന്നിട്ട് രാജറാണിക്ക് വന്നിട്ട് ജീപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു വൈഫ്. അപ്പോൾ നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദമൊന്നും കേൾക്കാട്ടിന് ഇറങ്ങി നോക്കുമ്പോൾ ജീപ്പ് അവിടെ കാണില്ല. അതിൽ ഡോർ തുറന്ന് നോക്കി അടുത്ത് ബംഗ്ലാമാനൊക്കെ വിളിച്ച് നോക്കുമ്പോൾ ജീപ്പ് കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ട് അപ്പോൾ ഭയങ്കരമായിട്ട് പുകച്ചിലൊക്കെ ആയിരുന്നു. ബോണറ്റ് പതുക്കത്തുറന്ന് ഒരു ഭയങ്കര ശബ്ദവും കേട്ടു. അപ്പോൾ ആ സമയത്ത് നല്ല ഇടി ചെറിയ ഇതായിട്ട് ഇടിയും ഇന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടിമിന്നലായിട്ട് ഷോക്ക് പറ്റിയിട്ടായിരിക്കാം അത് സംഭവിച്ചിട്ടുണ്ടാവുക. തകരാറുകൾ പരിഹരിക്കുവാൻ 20,000-ഓളം രൂപ ചിലവുണ്ടാകുമെന്നാണ് കരുതുന്നത്. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ മണലി കൂട്ടപ്പാടി മയിലാടംപൊട്ടി റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. 5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് ഈ റോഡ് ചുങ്കത്തറ ആരംപൊളിക്കൽ കടവ് വഴി മൂത്തേടത്തിലേക്കുള്ള ബൈപ്പാസ് റോഡാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KP മൈമൂന അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻ റിയാസ് ചുങ്കത്തറ, ബ്ലോക്ക് മെമ്പർ ഡെയ്സി റോയ്, വാർഡ് മെമ്പർ ഷാഹുൽ മുനീർ, പ്രദേശവാസികളായ ഉസ്മാൻ PT, സാഹിർ EM, പ്രവീൺ, തോമസ് ചാക്കോ, സജൻ മൈലാടംപൊട്ടി, സണ്ണി കട്ടച്ചിറ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.